അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നിങ്ങളോട് ഞാൻ ഒത്തിരി നേരം ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറേ ദിവസമായി ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇടാനുള്ള സമയമില്ല മക്കളെ, അതുകൊണ്ടാണ് ഇടാത്തത്. പിന്നെ ഇടയ്ക്ക് ഓരോ ഷോർട്സ് വീഡിയോ ഇടാറുണ്ടായിരുന്നു, നമ്മളെ വിഷമങ്ങളും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് സംസാരിക്കാനുള്ളതൊക്കെ ഒരു ഷോർട്സ് വീഡിയോ ആയിട്ട് ഇടാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതിനും പറ്റാത്തൊരവസ്ഥ, എൻ്റെ ഫോൺ കേടന്നിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ തന്നെ വീഡിയോ എടുത്ത് തുടങ്ങിക്കുന്ന സമയത്ത് അനിയത്തിൻ്റെ മോൻ പറഞ്ഞു, മാമി എടുക്കുന്ന ദിവസം നല്ല ഇതിലെടുത്തു, എൻ്റെ ഫോണിലെടുത്തു എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ അങ്ങനെ തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതിൽ വീഡിയോ എടുക്കാമെന്ന് കേട്ടോ. എൻ്റെ ഫോൺ മോൻ്റെ കയ്യിൽ നിന്ന് വീണപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേയുടെ അവിടെ ക്യാമറൻ്റെ മേലായിട്ട് ഒരു ചെറുതായിട്ടൊരു പൊട്ടലുണ്ട്, അതുകൊണ്ട് തീരെ ക്ലിയർ ഇല്ല കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ എവിടെ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൂരാണ് കേട്ടോ. ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഒരു 12 മണിയായിട്ട് അവിടെ എത്തുമ്പോൾ ഇന്ന് ഇവിടുന്ന് മൂത്തമ്മാൻ്റെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് ഇന്ന് രാത്രി അങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകും. അപ്പോൾ പെരുന്നാളായിട്ട് എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നത്. അപ്പോൾ കാക്ക അവിടെ ഉണ്ടല്ലോ. അപ്പോൾ കാക്കാൻ്റെ വണ്ടിയിലും അനിയത്തിൻ്റെ വണ്ടിയിലും അങ്ങനെ 2 വണ്ടിയായിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോകുന്നതാണ് കേട്ടോ. ആങ്ങളുടെ 2 മക്കളുണ്ട്, ഒരു ഭർത്താക്കന്മാരുണ്ട്, പിന്നെ അനിയത്തി, ഭർത്താവ്, കുട്ടികൾ, ഞാൻ, കുട്ടികൾ, അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഞങ്ങളങ്ങനെ വന്നതാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, പിന്നെ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ പറയാനുള്ളൊരു വിശദീകരിക്കാനുള്ളൊരു സമയമായിട്ടില്ല. ആകുമ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് ഞാൻ പറയട്ടെ. ഇപ്പോൾ ഞാൻ കടയിലൊരു വർക്കിന് പോകുന്നുണ്ടെന്ന് പറയുന്നത്, ഇതിന് മുന്നേ ഞാനൊരു കടയിൽ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ കടയിലുള്ള മുതലാളി അത്ര നല്ല രീതിയിൽ സ്റ്റാഫുകളോട് ഇടപെടുന്നത്. അപ്പോൾ എനിക്കത് ഇഷ്ടമായില്ല. അപ്പോൾ അവിടുന്ന് ഞാൻ പോകുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഉള്ളത് വേറൊരു കടയിലാണ് ജോലി ചെയ്യുന്നത്. കുഴപ്പമില്ല, കുറേ ആളുകളുള്ള കടയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. നമ്മൾ ഒറ്റക്കൊക്കെ ഒരു ഒരുപാട് ലേഡീസ് സ്റ്റാഫുള്ള കടയിൽ നമ്മൾ ജോലി ചെയ്യണം ഏറ്റവും നല്ലത്. അതാണ് നമ്മളെ അനുഭവങ്ങളാണല്ലോ. ഞാൻ അങ്ങനെയാണ് ഇതുവരെ നിന്നിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട കടയിൽ നിന്നത്. പക്ഷേ അയാളുടെ സ്റ്റാഫുകളോടുള്ള പെരുമാറ്റം എനിക്ക് തീരെ ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത് കേട്ടോ. പിന്നെ സാലറി അവിടെ നന്നായി കുറവായിരുന്നു. 30 ദിവസം നമ്മൾ വർക്ക് ചെയ്യണം. ഒരു നേരം ലീവ് എടുത്തിട്ടുണ്ടെങ്കിലൊക്കെ അയാൾക്ക് പ്രശ്നങ്ങളാണ്. അപ്പോൾ നമുക്ക് നമ്മളെ കാര്യങ്ങൾ നടക്കണ്ടേ, നമ്മളെ ആവശ്യങ്ങളും നമ്മളെ കുട്ടികളെ ആവശ്യങ്ങളും സ്കൂളിൽ ചേർക്കുക, അങ്ങനെയൊക്കെ കുറേ ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ നമുക്ക് ലീവ് എടുക്കേണ്ടി വരും. അപ്പോൾ അതിനൊന്നും എന്താ പറയുക, ഒരു മനസ്സാക്ഷി അയാൾക്കില്ല. അപ്പോഴൊക്കെ അയാൾ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു കടയിൽ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നമുക്ക് ജോലി അറിയുമോ, നമുക്ക് ഇഷ്ടം പോലെ ജോലി കിട്ടാനുണ്ട് അല്ലേ. പിന്നെ നമ്മളിപ്പോൾ അയാളുടെ അടിപൊളിയായിട്ട് നമ്മളവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു കടയിൽ കിട്ടിയിട്ടുള്ളത്. അവർക്ക് ഒരുപാട് സ്റ്റാഫുകളുണ്ട്, ഒരുപാട് ചേച്ചിമാരുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് അവരുണ്ട് കേട്ടോ. അങ്ങനെയാണ് വേണ്ടത് അല്ലേ. പിന്നെ ഞാൻ പറയട്ടെ, നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഇത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ അത് കൂടുതലാക്കി തരാനും നമ്മളെ മനസ്സിൽ വിഷം കുത്തി വെക്കാനും ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ അവർ നമുക്കത് പറഞ്ഞു തരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന നമ്മളെ നല്ലതിന് വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞു തരുന്നത്. ഒരിക്കലും അല്ല കേട്ടോ, നമ്മളെ നല്ലതിന് വേണ്ടിയിട്ടല്ല. അവർക്ക് നമ്മളിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളില്ലാതായാൽ അവർക്ക് അതിലെന്തെങ്കിലും ഗുണം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് അവർ അതൊക്കെ കളിച്ചുകൊണ്ടിരുന്നിരുന്നതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവണമെന്ന് കേട്ടോ. എന്തായാലും അവർ വിചാരിക്കുന്ന ഒരു കാര്യങ്ങളും നടക്കില്ല. അത് അവർ മനസ്സിലങ്ങനെ സന്തോഷിച്ച് ഇരിക്കും വേണ്ട അല്ലേ. നമ്മളെ എന്താ പറയുക, എനിക്ക് 2 മക്കളുണ്ട്. അവരെ ഞാൻ നന്നായി പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ അങ്ങനെ എത്തിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ എന്താ പറയുക, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ എന്താ പറയുക, ചില ആളുകൾ പറയുമല്ലോ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മളെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ആളുകളാവില്ല ചിലപ്പോൾ നമ്മളെ കൂടെ ചിലപ്പോൾ ഉണ്ടാവുക. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളാവും നമ്മളെ കൂടെ നമ്മളെ വിഷമങ്ങൾക്കൊക്കെ നിൽക്കുക. അല്ലാതെ നമ്മളെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ആളുകളാവില്ല നമ്മളെ കൂടെ ഉണ്ടാവുക. അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പരമാവധി നമ്മൾ കേൾക്കാതിരിക്കുക. അത് കേട്ടിട്ട് ചിലപ്പോൾ അതിൽ സത്യം ഉണ്ടാവാം, പക്ഷേ അവർ നമുക്കത് പറഞ്ഞു തരുമ്പോൾ അവർക്ക് അതിൽ നിന്നൊരു ലാഭം, അതിലെന്തെങ്കിലും ഒരു നേട്ടം അവർക്ക് ഉണ്ടാവും. അതുകൊണ്ടാവും അവരത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാവുക. പിന്നെ സ്ഥിരം അവർ പറഞ്ഞത് നിങ്ങളെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞു തന്നതെന്ന് പറയും.
പക്ഷെ കാര്യത്തോടെടുക്കുമ്പോൾ നമ്മൾ പറയില്ലേ ഇന്ന ആളാണ് ഇത് പറഞ്ഞു തന്നത്, അങ്ങനെ നമ്മൾ പറയുമ്പോൾ ആ ആൾ പറയാണ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരാ അതിൽ കള്ളന്മാരും കള്ളത്തികളാവുക? നമ്മൾ തന്നെയാവും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? മറ്റുള്ളവരെ പറയണത് കേൾക്കാതെ നമ്മൾ നമ്മളേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുക അല്ലേ? അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. എന്തായാലും നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. എന്താ പറയുക, എല്ലാ പ്രശ്നങ്ങൾക്കും പടച്ചോന് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അതുവരെ തളരാതെ മുന്നോട്ട് പോവുക. അത് തളരാതിരിക്കാനുള്ള മനസ്സിനുള്ള ധൈര്യവും എന്താ പറയുക പണിയെടുക്കാനുള്ള ആരോഗ്യവും ഒക്കെ പടച്ചോൻ തരട്ടെ അല്ലേ? ഇന്നൊരു ജോലിയുണ്ട്, ആ ജോലി ചെയ്തിട്ട് എൻ്റെ മക്കളെ നല്ല നിലയിൽ നോക്കാൻ പടച്ചോന് ആരോഗ്യവും ആയുസ്സും ഒക്കെ ഇട്ട് തന്നാൽ മതി. അതിന് നിങ്ങളും കൂടി ദുആ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.